നമസ്കാരം. ഞാൻ ഡോക്ടർ റേച്ചൽ ഉമ്മൻ, കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റ് ആൻഡ് ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. വാദം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അസുഖമാണ്. നമുക്ക് സന്ധികളിൽ നിന്ന് വരുന്ന നീർക്കെട്ട് നമുക്ക് കണ്ണോടെ കാണാൻ പറ്റത്തില്ല, ഉണ്ടെന്ന് മാത്രം അറിയാം. പക്ഷേ നമുക്ക് ഈ നീർക്കെട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിൻ. അതാണ് ഏറ്റവും വലിയ സെൻസറി ഓർഗൻ. സോ ഈ വാതരോഗം നമുക്ക് സ്കിന്നിലും ബാധിക്കാൻ പറ്റും. എങ്ങനത്തെ സിംറ്റംസ് ആയിരിക്കും? നമ്മൾ ചില പേഷ്യൻസിന് ഈ വെയിലത്ത് പോകുമ്പം മുഖത്തൊരു ചുമന്ന പാട്, ഒരു ബട്ടർഫ്ലൈ റാഷ് അതിന് പറയുന്നത്. നമ്മളുടെ മൂക്കും ചീക്സിൻ്റെ അവിടെ വരുന്ന ഒരു ചുമന്ന പാട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് തന്നെ അങ്ങ് മങ്ങിപ്പോവും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് കറുപ്പ് നിറമായിട്ട് മാറും. വെയിലത്ത് പോകുമ്പം കയ്യിലും നമുക്ക് സൺ എക്സ്പോസ്ഡ് ആയിട്ട് ഏരിയാസിൽ ഈ ചൊറിച്ചിലും റെഡ് റാഷസ് വരാം. പിന്നെ ചില ആൾക്കാർക്ക് സോറിയാസിസ്, ഈ തൊലിപ്പുറത്ത് നമ്മൾ മെയിൻലി ഈ തലയിൽ, സ്കാൽപ്പിൽ, ഈ ചെവിയുടെ ബാക്കിൽ, ദേഹത്ത് എവിടെയെങ്കിലും ഒരു സിൽവർ കളർ ഈ സ്കെയിലി ലീഷൻസ് വരാം, സോറിയാസിസ്. അതൊരു വാതരോഗമാണ്. ചില ആൾക്കാർക്ക് റേനോട്ട്സ് ഫിനോമിനം, തണുത്ത വെള്ളത്തിൽ കയ്യിലിട്ടാലോ അല്ലെങ്കിൽ AC കൂടുതൽ നേരം ഇരുന്നാൽ ഈ നമ്മളുടെ വിരലിൻ്റെ തുമ്പത്തിൽ ഒരു നീല കളറോ അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ട് സിവിയറായിട്ട് വേദന വരുന്ന രീതിയിൽ വരാം. അതിന് പറയുന്നത് റേനോട്ട്സ് ഫിനോമിനം. അതും ഒരു വാതരോഗത്തിൻ്റെ ഒരു സിംറ്റമായിട്ട് വരാം. ചില ആൾക്കാർക്ക് ഈ കാലിൽ ഒത്തിരി നാൾ നിൽക്കുന്ന അൾസേഴ്സ്, നമ്മൾ എത്ര മെഡിസിൻ എടുത്താലും എത്ര ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്താലും അത് ഹീലാവത്തില്ല. ചില ആൾക്കാർക്ക് വെരിക്കോസ് ആയിരിക്കും, പക്ഷേ നമ്മളത് ബയോപ്സി ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് രക്തക്കുഴലിൽ നീർക്കെട്ട് വരുന്ന ഒരു അസുഖം, വാസ്ക്യുലൈറ്റിസിൽ വരുന്ന അൾസേഴ്സാണ്. വായിക്കാത്ത ലോങ് ടൈം, ഒത്തിരി അൾസേഴ്സ് ഒത്തിരി നാളെടുക്കുന്നു അത് മാറാൻ, പിന്നെയും വരുന്നു. ഇതെല്ലാം വാതരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. സോ ഈ വാദം ജോയിൻസിൽ മാത്രമല്ല, നമുക്ക് സ്കിന്നിലും ബാധിക്കാം.